ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ സംഘർഷം. CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഒരാഴ്ച മുമ്പാണ് ആക്രമണമുണ്ടായത്. അടുവാപ്പുറത്ത് സ്ഥാപിച്ച കോൺഗ്രസിന്റെ സ്തൂപവും അന്ന് തകർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലെ പദയാത്ര. അടുവാപ്പുറത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര മലപ്പട്ടത്തെത്തിയതോടെ യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ ഏറ്റുമുട്ടി. തുടർന്ന് പോലീസ് ഇടപെട്ട് സംഘർഷത്തിന് അയവ് വരുത്തി. എന്നാൽ കെ സുധാകരൻ പങ്കെടുത്ത സമാപന പൊതുയോഗത്തിന് ശേഷം വീണ്ടും പ്രദേശത്ത് സംഘർഷമുണ്ടായി. CPIM ബോധപൂർവം സംഘർഷമുണ്ടാക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരം കല്ലെറിയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധം പോലീസിനെതിരെ കൂടി വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ആ തരത്തിലേക്ക് പോലീസ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അവർക്ക് തന്നെ. എന്നാൽ പദയാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് CPIM ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്ര മലപ്പട്ടത്ത് എത്തിച്ചേർന്നപ്പോൾ ആ സന്ദേശയാത്രയിൽ പങ്കെടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കുഞ്ഞിക്കണ്ണ സ്മാരക മന്ദിരത്തിന് നേരെ കല്ലെറി നടത്തിയിട്ടുള്ളത്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. 24 കണ്ണൂർ. ഇപ്പോഴത്തെ ഒരു വിവരം കൂടി വരുന്നുണ്ട്. കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് സ്തൂപം വീണ്ടും തകർത്തു. അടുവാപ്പുറത്ത് പുതുതായി സ്ഥാപിച്ച സ്തൂപമാണ് തകർത്തത്. ഇതേ സ്തൂപം നേരത്തെ CPM പ്രവർത്തകർ തകർത്തതിനെ തുടർന്നായിരുന്നു ഇന്ന് പ്രതിഷേധമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, വീണ്ടും ആ സ്തൂപം തകർത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ സംഘർഷത്തിന്റെ സാഹചര്യം പൂർണ്ണമായി മാറിയിട്ടില്ല. അതിനിടെയാണ് വീണ്ടും ഈ പ്രകോപനം. എന്താണ് വിവരങ്ങൾ? പോലീസ് ആ മേഖലയിൽ വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടോ അരുൺ? വിജയകുമാർ, മലപ്പട്ടത്ത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പൂർണ്ണ പരിഹാരമാകുന്നില്ല, അല്ലെങ്കിൽ അത് സംഘർഷങ്ങൾ ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സ്തൂപം തകർത്തത് കൂടി സൂചിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട്, അതായത് ഒരു 3 മണിക്ക് ശേഷം മലപ്പട്ടത്ത് വലിയ സംഘർഷമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര മലപ്പട്ടം സെന്ററിലെത്തിയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. അത് നേരത്തെ ഒരാഴ്ച മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ച സ്തൂപം CPM പ്രവർത്തകർ തകർത്തിരുന്നു. ഇതേ തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മലപ്പട്ടത്ത് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഘടനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ CPM സമ്മതിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അതേ സ്തൂപം അവർ വീണ്ടും തകർത്ത സ്തൂപം പുതുതായി നിർമ്മിച്ചിരുന്നു. അതേ സ്തൂപം ഇപ്പോൾ ഈ രാത്രിയിൽ വീണ്ടും തകർത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് മലപ്പട്ടത്ത് വീണ്ടും തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മലപ്പട്ടം നമുക്കറിയാം CPMന്റെ ശക്തി കേന്ദ്രമാണ്. നമുക്ക് ഓരോ കേന്ദ്രങ്ങളും CPMന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പങ്കെടുത്ത പദയാത്രയാണ് ഇന്ന് മലപ്പട്ടത്ത് നടന്നത്. അതിനിടെയാണ് വലിയ സംഘർഷങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ വലിയ വിന്യാസം അവിടെയുണ്ട്. നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ പോലീസുകാരെ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഈ സംഘർഷങ്ങൾ പൂർണ്ണമായി ഒഴിവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിലവിൽ കോൺഗ്രസ് പുതുതായി സ്ഥാപിച്ച സ്തൂപം കൂടി ഇപ്പോൾ രാത്രി തകർത്തിരിക്കുകയാണ്. അത് CPM പ്രവർത്തകരാണ് അതിന് പിന്നിലെന്നാണ് യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത്. അടുവാപ്പുറത്ത് പുതുതായി സ്ഥാപിച്ച സ്തൂപമാണ് തകർത്തത്. ഇതേ സ്തൂപം നേരത്തെ CPM പ്രവർത്തകർ തകർത്തതിനെ തുടർന്നായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അത് തെല്ലൊന്നടങ്ങിയപ്പോഴാണ് വീണ്ടും പുതുതായി അവിടെ സ്ഥാപിച്ച സ്തൂപം കൂടി തകർത്തുകൊണ്ടുള്ള പ്രകോപനം. CPM ആണ് അതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു.
അവിടെ പോലീസുണ്ട്. കൂടുതൽ സംഘർഷങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ പ്രത്യേക കരുതലും ജാഗ്രതയും ഒക്കെ ഉണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. സിന്ദൂർ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാന്റെ നൂർഖാൻ, റഹീം യാർ ഖാൻ വ്യോമത്താവളങ്ങൾ തകർത്തത് കൃത്യതയുടെ തെളിവാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം മികച്ച രീതിയിൽ ശത്രു ഡ്രോണുകളെ പ്രതിരോധിച്ചു. ISROയുടെ 10 ഉപഗ്രഹങ്ങൾ ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിച്ചെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നിയന്ത്രണ രേഖയോ അതിർത്തിയോ കടക്കാതെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. 23 മിനിറ്റ് കൊണ്ട് ആക്രമണം പൂർത്തിയാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 10 ഉപഗ്രഹങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചത്. 21ാം നൂറ്റാണ്ടിലെ ഹൈടെക് സൈനിക ശക്തി എന്ന റോൾ ഉറപ്പാക്കാനും പ്രാപ്തമാക്കി. പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ലോവർ എയർ ഡിഫൻസ് തൂക്കുകൾ എന്നിവ ഉപയോഗിച്ചു. ഇന്ത്യയുടെ തീരമേഖലയും ഉത്തരമേഖലയും ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച നിരീക്ഷണം തുടരുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തമായ സൈനിക കാഴ്ചപ്പാടിലൂടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം ബൈപ്പാസ് ചെയ്യാൻ ഇന്ത്യക്കായി. സഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കൃത്യമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കേന്ദ്രം വിശദീകരിക്കുന്നു. 24 ഡൽഹി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തെഴുതി. അതിനിടെ തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ JNU റദ്ദാക്കി. തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ റദ്ദാക്കി. JNU ദേശീയ സുരക്ഷ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് സർവകലാശാല അറിയിക്കുന്നു. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്താണ് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ആ നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതോടെ വ്യക്തമാവുകയും ചെയ്തു. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലും ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത്? വിജയകുമാർ, തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാന് നേരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം എന്നുള്ളത് ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന് നിർത്തുമോ അന്ന് മാത്രമേ ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ ആ നടപടി പിൻവലിക്കൂ എന്നായിരുന്നു നിലപാട് വ്യക്തമാക്കിയത്. ഈ നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് സിന്ധു മേഖല മരുഭൂമിയായി മാറുകയാണ്. മാത്രമല്ല ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന് പിന്നാലെ തന്നെ ഈ സിന്ധ് മേഖല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വരൾച്ച രൂക്ഷമായിട്ടുണ്ട്. അവിടെ ഈ ജല ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കത്തിൽ ഔദ്യോഗികമായി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. അതിന് നയതന്ത്രപരമായി അതെന്താണ് ഇന്ത്യ സ്വീകരിക്കുക എന്നത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ. മറ്റൊന്ന്, ഈ തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ ഇപ്പോൾ JNU റദ്ദാക്കിയിരിക്കുകയാണ്. ഈ ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് JNU അറിയിച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രത്തോടൊപ്പം നിലകൊള്ളുന്നു എന്നതാണ് അവരും സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം. ഈ 2025 ഫെബ്രുവരിയിലാണ് JNU ഇത്തരത്തിൽ തുർക്കി ഇനോനുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നത്. അത് 2028 വരെയായിരുന്നു ആ കരാർ കാലയളവെങ്കിൽ ഇപ്പോൾ ആ കരാർ അനിശ്ചിതകാലത്തേക്ക് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ള ട്രാവൽ ഏജൻസികൾ, ടൂർ ഓപ്പറേറ്റർമാരൊക്കെ തുർക്കിയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. അതിന് ഒപ്പമാണ് ഈ JNU ഇനോനു സർവകലാശാലയുമായുള്ള കരാർ റദ്ദാക്കിയെന്ന കാര്യം അറിയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒപ്പം ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ എന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒക്കെ പ്രതികരണം എന്നത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും നേരത്തെ പ്രധാനമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല,
ആ നിലപാടിൽ പിന്നോട്ട് പോകില്ല എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അത് ഔദ്യോഗികമായി പാകിസ്ഥാനെ രേഖാമൂലം അറിയിക്കും ഈ ദിവസങ്ങളിലെന്ന് വേണം കരുതാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വ്യോമ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടികളുമായി ഇന്ത്യ. ഭാർഗവാസ്ത്ര എന്ന പേരിൽ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു. റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം. അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകളെ തകർക്കാൻ പുതിയ പ്രതിരോധ സംവിധാനം. സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡാണ് ഭാർഗവാസ്ത്ര എന്ന പേര് നൽകിയിട്ടുള്ള സംവിധാനം വികസിപ്പിച്ചത്. ഒഡീഷയിലെ ഗോപാൽപൂരിൽ രണ്ടാമതും ബ്രഹ്മാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ആയുധത്തിന് 2.5 കിലോമീറ്റർ പരിധിയിലുള്ള ശത്രു ഡ്രോണുകളെ തകർക്കാനുള്ള ശേഷിയുണ്ട്. കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാനും ഇന്ത്യ ഒരുങ്ങുകയാണ്. പാകിസ്ഥാന്റെ വ്യോമ ആക്രമണങ്ങളെ ചെറുത്തതിൽ നിർണായക പങ്കുവഹിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. വ്യോമ പ്രതിരോധ ശേഷി അതിർത്തിയിലെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു പിന്നാലെ ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച സന്ദർശിക്കും. ഇന്ത്യ പാക് അതിർത്തി മേഖലയിലും പ്രതിരോധ മന്ത്രി നേരിട്ടെത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഏർപ്പെടുത്തുകയും വസതിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ച് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനും 3 സേനാ വിഭാഗം മേധാവിമാരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷം ഇതാദ്യമായി ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. 24 ഡൽഹി. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് സേന കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ വിട്ടയച്ചു. അട്ടാരി അതിർത്തി വഴിയാണ് പശ്ചിമ ബംഗാൾ സ്വദേശി പൂർണം കുമാർ ഷായെ കൈമാറിയത്. ഇന്ത്യൻ കസ്റ്റഡിയിലായിരുന്ന പാക് സൈനികനെ പാകിസ്ഥാനും വിട്ടു നൽകി. ആശങ്കകൾക്കൊടുവിൽ പൂർണം കുമാർ ഷായുടെ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് വിരാമം. ഗർഭിണിയായ ഭാര്യ രജനിക്കും 7 വയസ്സുള്ള മകനും സന്തോഷത്തിന്റെ ദിനം. 20 ദിവസത്തിന് ശേഷമാണ് BSF ജവാനെ പാകിസ്ഥാൻ വിട്ടയച്ചത്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അന്താരാഷ്ട്ര അതിർത്തി അബദ്ധത്തിൽ മറികടന്ന പൂർണം കുമാർ ഷായെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏപ്രിൽ 23-നായിരുന്നു സംഭവം. അതിർത്തിയിൽ കർഷകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജവാൻ പിടിയിലായത്. സമീപത്തെ മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു അതിർത്തി കടന്നെന്നാരോപിച്ച് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. ഇരു രാജ്യങ്ങളുടെയും ഫ്ളാഗ് മീറ്റിംഗിൽ മോചനം ചർച്ചയായിരുന്നെങ്കിലും അതിർത്തി അശാന്തമായതോടെ ചർച്ചകൾ നിലച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ജവാന്റെ മോചനം സാധ്യമായത്. ഇന്ത്യൻ കസ്റ്റഡിയിലായിരുന്ന പാക് റേഞ്ചറെയും വിട്ടയച്ചു. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിൽ മുൻനിരയിലുണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച മധ്യപ്രദേശ് BJP മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ജബൽപൂർ ഹൈക്കോടതിയാണ് മധ്യപ്രദേശ് പോലീസ് മേധാവിയോട് മന്ത്രിക്കെതിരെ FIR ഇടാൻ ആവശ്യപ്പെട്ടത്. മന്ത്രിയെ പുറത്താക്കാൻ BJP തയ്യാറാകണമെന്നും കേസെടുക്കണമെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് വിജയ് ഷായുടെ വിവാദ പ്രസംഗം. മുതിർന്ന BJP നേതാക്കളടക്കം വേദിയിലിരിക്കെയായിരുന്നു പ്രസംഗം. ഇതിന്റെ വീഡിയോ കോൺഗ്രസ് മധ്യപ്രദേശ് അധ്യക്ഷൻ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത്. മന്ത്രിയെ പുറത്താക്കാൻ BJP നേതൃത്വം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം അത്യന്തം വിഷലിപ്തമാണ്. BJPയെ ഗ്രസിച്ചിരിക്കുന്ന RSSനെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. ഇതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. വിദ്വേഷ പ്രസംഗം നടത്തിയ മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ സോഫിയ ഖുറേഷിക്ക് പിന്തുണയുമായി BJP രംഗത്തെത്തി. ഒരാഴ്ച കൊണ്ട് രാജ്യത്തിന്റെ ഐക്കണായ സോഫിയ വഡോദരയുടെ മകളും ബലഗാവിയുടെ മരുമകളും ഭാരതത്തിന്റെ അഭിമാനവുമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി സന്തോഷ് പറഞ്ഞു. വിദ്വേഷ പ്രസംഗത്തെ അപലപിച്ച ദേശീയ വനിതാ കമ്മീഷനും BJP മന്ത്രിയുടെ പേര് പറഞ്ഞില്ല. അവർ നമ്മുടെ സഹോദരിമാരാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നുമാണ് വിജയ് ഷായുടെ വിശദീകരണം. നേരത്തെ വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു. 24 ഡൽഹി.
ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ച ശശി തരൂരിന് AICCയുടെ താക്കീത്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല എന്നും പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണമെന്നുമാണ് നിർദ്ദേശം. 1971 ഇന്ദിരാഗാന്ധിയുടെയും നിലവിലെ നരേന്ദ്രമോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുത് എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ശശി തരൂരിനെ താക്കീത് ചെയ്തത്. വെടിനിർത്തലിന് അമേരിക്കയുടെ റോൾ എന്താണെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം കേന്ദ്രത്തോട് ചോദിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ധീരമായ നിലപാടുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇത്. എന്നാൽ 1971 സാഹചര്യമല്ല 2025 യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ലെന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. പ്രവർത്തക സമിതി അംഗം തന്നെ പാർട്ടി നിലപാടിനെതിരെ അഭിപ്രായം പറഞ്ഞതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. തുടർന്നാണ് ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ തരൂരിനെ താക്കീത് ചെയ്തത്. ശശി തരൂർ പരിധി മറികടന്നെന്നും ഇന്ന് ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ വിമർശനമുയർന്നു. KPCCയും തരൂരിന്റെ നിലപാടിനോട് വിയോജിച്ചു. ഒന്നും പറയാനില്ല, കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞല്ലോ. നേതൃത്വത്തിന്റെ അഭിപ്രായത്തിന് വ്യത്യസ്തമായിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും. അതിനിടെ സംഘർഷം ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുൻപേ ട്രംപ് വെടിനിർത്തൽ വിവരം അറിയിച്ചത് ശരിയായില്ലെന്നും ശശി തരൂർ നിലപാട് മയപ്പെടുത്തി. ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് തരൂരിന്റെ വിശദീകരണം. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ പിടികൂടാൻ കഴിയാതെ പോലീസ്. നിയമപോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി പറഞ്ഞു. ബെയ്ലിൻ ദാസിന്റെ അഭിഭാഷക പ്രാക്ടീസ് ബാർ കൗൺസിൽ വിലക്കി. പരുക്കേറ്റ ശ്യാമിലിക്ക് മന്ത്രിമാർ നേരിട്ടെത്തി പിന്തുണ നൽകുമ്പോഴും പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. 24 മണിക്കൂർ പിന്നിട്ടിട്ടും ബെയ്ലിൻ ദാസിനെ കുറിച്ച് സൂചനകളില്ല. ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യം നേടാനുള്ള നീക്കങ്ങളും ബെയ്ലിൻ ആരംഭിച്ചു. ബെയ്ലിൻ ദാസിന് നോട്ടീസ് അയക്കാനാണ് ബാർ കൗൺസിൽ തീരുമാനം. പ്രാക്ടീസും വിലക്കി. ഇത്രയും നിന്ദ്യമായ നടപടി ചെയ്ത അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കേരള ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു. അസാധാരണമായതിൽ അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ബാർ കൗൺസിലും ഒരു അസാധാരണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിയെ ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് ശ്രമം തടഞ്ഞ ബാർ കൗൺസിൽ നടപടിക്കെതിരെ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. പരുക്കേറ്റ ശ്യാമിലിയെ മന്ത്രി P രാജീവും സന്ദർശിച്ചു. നീതി ലഭിക്കും വരെ പോരാടുമെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി. എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും ബ്രോസ്റ്റല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു. അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്താണ്. വനിതാ കമ്മീഷൻ ശ്യാമിലിയുടെ മൊഴി രേഖപ്പെടുത്തി. ശ്യാമിലിയുമായി ബെയ്ലിൻ ദാസിന്റെ ഓഫീസിലെത്തിയ പോലീസ് സഹപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. 24 തിരുവനന്തപുരം. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചെന്ന ആരോപണം. വനം വകുപ്പിന്റെ നിയമവിരുദ്ധ ഇടപെടലാണ് ചോദ്യം ചെയ്തത് എന്നാണ് MLAയുടെ വിശദീകരണം. സംഭവത്തിൽ ദക്ഷിണ മേഖല CCFനോട് വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക, ആന കയറി കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? ഓഫീസിലെത്തിയ MLA അസഭ്യം പറഞ്ഞുവെന്നും കസ്റ്റഡിയിലെടുത്ത ആളെ അനുമതിയില്ലാതെ കൊണ്ടുപോയെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ജനീഷ് കുമാർ സാർ വന്ന് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെ എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ്, അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. കോന്നി DYSP ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നു. കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ തോട്ടം കരാറിനെടുത്തയാളെ വനംവകുപ്പ് പ്രതി ചേർത്തിരുന്നു. പിന്നാലെ ഇയാളുടെ സഹായിയെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡി നിയമവിരുദ്ധമെന്നും നാട്ടുകാരെ കള്ളക്കേസിൽ കൊടുക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും KU ജനീഷ് കുമാർ MLA 24നോട്. പാവപ്പെട്ട ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തി ഈ കേസ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത്. ഞാൻ ആരെയും മോചിപ്പിച്ചിട്ടില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഈ ജനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പോലീസ് DYSP ഉണ്ട്, അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് പോയത്. അവരുടെ എല്ലാം ഇടപെടൽ അതാണ് അവിടെ ഉണ്ടായതില്ലേ. പോലീസ് തന്നെയാണ് പരിശോധിച്ചത്. സംഭവം ചർച്ചയായതിന് പിന്നാലെ തല പോയാലും ജനങ്ങൾക്കൊപ്പമെന്ന് MLA സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കസ്റ്റഡിയിലെടുത്തയാളെ പ്രതി ചേർത്തിരുന്നില്ലെന്നും മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയപ്പോൾ MLA പ്രശ്നങ്ങളുണ്ടാക്കിയെന്നുമാണ് വനംവകുപ്പിന്റെ ആരോപണം. MLAക്കെതിരെ വനം മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. 24 പത്തനംതിട്ട.
അതേസമയം KU ജനീഷ് കുമാർ MLA പരോക്ഷമായി വിമർശിച്ചു മന്ത്രി AK ശശീന്ദ്രൻ. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന ബോധം വേണം. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ MLA പെരുമാറുമോ എന്നത് അറിയില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. MLA കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലമാണിത്. ആ കാലത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ ശ്രമത്തെ ശക്തമായി എതിർത്ത് ഇന്ത്യ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പേരുമാറ്റം യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. അതിനിടെ പാക് അനുകൂല പ്രചാരണം നടത്തിയതിന് ചൈനയുടെയും തുർക്കിയുടെയും വാർത്താ ഏജൻസികളുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വിലക്കി. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരുമാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ അസംബന്ധമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ചൈനയുടെ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2024 ചൈന അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകിയിരുന്നു. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബെയ്ജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പാക് സ്പോൺസർ പ്രചാരണം നടത്തിയ ചൈനയുടെയും തുർക്കിയുടെയും വാർത്താ മാധ്യമങ്ങൾക്കെതിരെ ഇന്ത്യ നടപടി സ്വീകരിച്ചു. ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിന്റെ ഇന്ത്യയിലെ എക്സ് അക്കൗണ്ടിന് വിലക്കേർപ്പെടുത്തി. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ ന്യൂസിനെയും രാജ്യത്ത് നിരോധിച്ചു. തുർക്കിയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ TRT വേൾഡിനെതിരെയാണ് നടപടി. TRT വേൾഡിന്റെ രാജ്യത്തെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ പാക് അനുകൂല പ്രചാരണം വ്യാപകമായി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയുടെ നടപടി. കൂടുതൽ സമൂഹമാധ്യമ അക്കൗണ്ടുകളും നിരീക്ഷിച്ചു വരികയാണ്. 24 ഡൽഹി. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 21 ദിവസത്തിനിടയിൽ 31 മാവോയിസ്റ്റുകളെ വധിച്ചു. വൻ ആയുധശേഖരം കണ്ടെടുത്തു. കരേഗുഡ ഹിൽസ് മേഖലയിലെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി ഇപ്പോഴും തുടരുകയാണ്. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കാരേഗുട്ട വനമേഖലയിൽ കഴിഞ്ഞ 21 ദിവസമായി മാവോയിസ്റ്റ് വിരുദ്ധ നടപടി പുരോഗമിക്കുകയാണ്. സുരക്ഷാസേന വധിച്ച 31 മാവോയിസ്റ്റുകളിൽ സ്ത്രീകളും ഉൾപ്പെടും. വധിച്ചവരിൽ 28 പേരെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ നക്സലുകളിൽ തലയ്ക്ക് 1.72 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചവർ വരെയുണ്ട്. മാവോയിസ്റ്റുകളിൽ നിന്നും വൻ ആയുധശേഖരവും കണ്ടെത്തി. ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് ആയുധങ്ങളും വലിയ അളവിൽ വെടിമരുന്നുകളും 450ഓളം കുഴിബോംബുകളും കണ്ടെത്തി. മാവോയിസ്റ്റുകളുടെ ആയുധ നിർമ്മാണ ശാലകളും സുരക്ഷാസേന നശിപ്പിച്ചു. രാജ്യത്തെ നക്സൽ മുക്തമാക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷൻ ചരിത്രപരമായ മുന്നേറ്റമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചു. നിരവധി മാവോയിസ്റ്റുകൾക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതായി സേന അറിയിച്ചു. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് 17 FIRകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പുതിയ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുജിത്ത്, പലയിടത്തും മഴ പെയ്യുന്നുണ്ട് രാത്രിയിൽ. ഇപ്പോൾ എറണാകുളത്തൊക്കെ നഗരത്തിൽ പലയിടത്തും മഴ പെയ്തു, വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ കാലവർഷത്തിന് മുന്നോടിയായുള്ള ഈ വേനൽ മഴ കുറെ കൂടി ശക്തമാകും അടുത്ത ദിവസങ്ങളിൽ എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സംസ്ഥാനത്ത് വേനൽമഴ തുടരുകയാണ്. പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഉള്ളത്. ഇപ്പോൾ ചിലയിടങ്ങളിൽ മഴ തോർന്നു നിൽക്കുന്നു. തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും മഴ ശക്തമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണ കാലവർഷവും നേരത്തെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ആദ്യം തന്നെ കന്യാകുമാരി ഭാഗത്തേക്ക് മഴ എത്തുകയും അതിനുശേഷം 20ഓടുകൂടി കേരളത്തിലേക്ക് മഴ എത്തും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ 7% അധികം മഴ കഴിഞ്ഞ തവണ കിട്ടിയെങ്കിൽ ഇത്തവണ അതിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുള്ളത്. എന്തായാലും ഇപ്പോൾ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. വിജയകുമാർ.
യെസ്, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഈ വർഷം കാലവർഷം നേരത്തെ എത്തും. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 7% കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവും 15 കിലോ ചോക്ലേറ്റിലും ബിസ്ക്കറ്റിലുമായി കലർത്തിയ രാസലഹരിയുമാണ് പിടികൂടിയത്. ലഹരി കടത്താൻ ശ്രമിച്ച 3 യുവതികളെ എയർ കസ്റ്റംസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. കുലാലംപൂർ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. തുടർച്ചയായ 2ാം ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ഇന്നലെ രാത്രി കോലാലംപൂരിൽ നിന്നെത്തിയ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 സ്ത്രീകളിൽ നിന്നാണ് കഞ്ചാവും രാസലഹരിയും പിടികൂടിയത്. 40 കോടിയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ്, തായ്ലാന്റ് നിർമ്മിത 15 കിലോ തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക്, ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ MDMA അടക്കമുള്ള രാസലഹരി. ഇതാണ് എയർ കസ്റ്റംസും എയർ ഇന്റലിജൻസും ചേർന്ന് പിടികൂടിയത്. ചെന്നൈ സ്വദേശി റാബിയത്ത്, കോയമ്പത്തൂർ സ്വദേശി കവിത, തൃശൂർ സ്വദേശിനി സിമി എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. കസ്റ്റംസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് പിടികൂടി. മെത്താഫിറ്റമിനുമായി പിടിയിലായത് മാവൂർ സ്വദേശി PC മുഹമ്മദ്. കുന്നമംഗലം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 10 ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുത്തത്. 24 മലപ്പുറം. എറണാകുളം കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. കാറ്ററിംഗ് കേന്ദ്രം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. റെയിൽവേ കരാറുകാരന്റെ കടവന്ത്രയിലെ കേറ്ററിംഗ് സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കാറ്ററിംഗ് കേന്ദ്രത്തിന് പൂട്ടുവീണത്. ഇവിടെ നിന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം കവറിലാക്കിയാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത്. വന്ദേ ഭാരതിന്റെ അടക്കം പേരുകളുള്ള കവറുകൾ ഇവിടെ നിന്നും കണ്ടെത്തി. കവറിന് പുറത്തെ സ്കാനറിൽ സ്കാൻ ചെയ്താൽ റെയിൽവേ വെബ്സൈറ്റിൽ നിന്ന് വന്ദേ ഭാരത്, രാജധാനി, ഗതിമാൻ, തേജസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ മെനു കാർഡിലെ വിവരങ്ങളാണ് ലഭിക്കുക. അഴുകിയ ഇറച്ചി, ചീമുട്ട, ചപ്പാത്തി, ദാൽ, മസാലകളടക്കം വൃത്തിഹീനമായ നിലയിലാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചതും ഭക്ഷണം പാകം ചെയ്യുന്നതും. യാതൊരു സുരക്ഷിതമില്ലാതെ വെറുതെ തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു രാവിലെ വരുമ്പോൾ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പിടിച്ചെടുത്തത്. പലതവണ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്, നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. സ്ഥാപനത്തിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. പാകം ചെയ്യുന്ന ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കാറുള്ളതെന്ന് സ്ഥാപനത്തിലെ ഡ്രൈവർ വ്യക്തമാക്കി. ഹോട്ടലിൽ ട്രെയിനുക്ക് വന്ദേ ഭാരത് മേൽഗാഡിന്ന് சொல்லுவாங்க. നാട്ടുകാരുടെ വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ കോർപ്പറേഷൻ നേരത്തെ 10,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. കൊടുക്കുന്ന കാശിന് നല്ല ഭക്ഷണം യാത്രക്കാരന്റെ അവകാശമാണ്. എന്നാൽ കൊള്ള ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം നിതിൻ അംബുജൻ, 24. പാലക്കാട് മണ്ണാർക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ ക്യൂ നിൽക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തി. കുമരമ്പത്തൂർ സ്വദേശി ഇർഷാദാണ് മരിച്ചത്. സംഘർഷത്തിൽ ഉൾപ്പെട്ട 2 പേരെ മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകിട്ടോടെയാണ് മണ്ണാർക്കാട് ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലയ്ക്ക് മുൻപിൽ സംഘർഷമുണ്ടായത്. 2 പേർ ചേർന്ന കുമരമ്പത്തൂർ സ്വദേശി ഇർഷാദിനെ ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിക്കുന്നതും പിന്നീട് പൊട്ടിയ കുപ്പി കൊണ്ട് കുത്തുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. ഇർഷാദ് കുത്തേറ്റ് വീണ ഉടൻ തന്നെ സംഘർഷത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഓടി രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ ഇർഷാദ് മരിച്ചുവെന്നാണ് വിവരം. സംഘർഷത്തിൽ ഉൾപ്പെട്ട 2 പേരെ മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇർഷാദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 24 പാലക്കാട്. കൊല്ലം പുനലൂർ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കേസിൽ ഒരാൾ പിടിയിലായി. തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറിനെയാണ് സഹയാത്രികനായ ചെങ്കോട്ട സ്വദേശി കുട്ടിരാജ കൊലപ്പെടുത്തിയത്. പുനലൂർ റെയിൽവേ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. മദ്യലഹരിയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. സുജിത് സുരേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, എന്താണ് സംഭവിച്ചത്? വ്യക്തിവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ സുജിത്ത്?
വിജയകുമാർ, ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരനായ തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറിനെ കൊട്ടാരക്കര റെയിൽവേ ട്രാക്കിന് സമീപത്തായി ഇടവം തോടിന് സമീപത്തെ പാലത്തിനടുത്തായി സെന്തിൽ കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ പോലീസിന് ഇതിൽ ദുരൂഹത തോന്നി. ഈ സാഹചര്യത്തിൽ സെന്തിൽ കുമാറിനൊപ്പം യാത്ര ചെയ്തിരുന്ന 7 തമിഴ്നാട് സ്വദേശികളായ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഈ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. അതായത് ഇവർ കൊല്ലത്ത് നിന്നാണ് ഈ 7 പേരടങ്ങുന്ന സംഘം ട്രെയിനിൽ കയറിയത്. ചെങ്ങന്നൂരിൽ നിന്നും അവിടെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായ സെന്തിൽ കുമാർ ട്രെയിനിൽ വരുന്ന വഴിക്ക് മൊബൈൽ ഫോണിൽ ഉറക്കെ പാട്ട് വെച്ചിരുന്നു. ഇതിനെ മദ്യലഹരിയിലായിരുന്ന ഈ യുവാക്കൾ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ട്രെയിനിന്റെ വാതിൽക്കലേക്ക് എത്തിയ സെന്തിൽ കുമാറിനെ കുട്ടിരാജ മർദ്ദിക്കുകയും ഈ മർദ്ദനത്തിനിടെ സെന്തിൽ കുമാർ താഴേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ആദ്യം വിട്ടയച്ചിരുന്നെങ്കിലും പിന്നീട് പുനലൂർ റെയിൽവേ പോലീസ് ഈ തൂത്തുക്കുടിയിലെത്തി കുട്ടിരാജയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ കുട്ടിരാജ പുനലൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നരഹത്യ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. നാളെ കുട്ടിരാജയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിജയകുമാർ. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ മദ്യലഹരിയിൽ ഭാര്യയെയും മകളെയും മർദ്ദിച്ച യുവാവ് പിടിയിൽ. താമരശ്ശേരി സ്വദേശി നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൌഷാദിന്റെ ആക്രമണം ഭയന്ന് വീട് വിട്ടിറങ്ങിയ യുവതിയെയും മക്കളെയും നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. താമരശ്ശേരി സ്വദേശിയായ നൌഷാദാണ് ഭാര്യ നസ്ജയെയും 8 വയസ്സുള്ള മകളെയും അതിക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ രാത്രി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വെട്ടുകത്തിയുമായി ഇയാൾ യുവതിക്ക് നേരെ പാഞ്ഞെടുത്തു. പ്രാണരക്ഷാർത്ഥം മകളുമായി റോഡിലേക്ക് ഓടിയ നസ്ജയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട്. അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുക വിചാരിച്ച്. ഇപ്പോൾ നല്ലോണം അടിക്കലല്ല കത്തി അരിയത്ത് വെച്ച് കടക്കല കുത്തുന്ന് പറഞ്ഞു കണ്ടിട്ട് നല്ലോണം മദ്യപിക്കും. വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കേണ്ട ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്. എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. മോക്ക് ഇന്നെ പിടിച്ചപ്പോൾ ഒക്കെ സങ്കടമായിട്ടേ ഇന്നെ വന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഓളെ ചുമരിനിട്ട് കുത്തിക്ക് തള്ളിയിട്ടേക്ക്. ഉമ്മാക്ക് എല്ലാം കിട്ടിയേക്ക്. യുവതി നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് നൌഷാദിനെതിരെ കേസെടുത്തു. വധശ്രമം, ഭർതൃപീഡനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ്. പിന്നാലെ പോലീസ് ഇയാളെ പിടികൂടി. പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്. കൊല്ലം ചിതറയിൽ കാണാതായ 14-കാരനായി തെരച്ചിൽ ഊർജിതം. മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. അതിനിടെ കുട്ടി പാരിപ്പള്ളിയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ചിതറ വളവുപച്ച സ്വദേശി അഭയ്യെ 12 രാവിലെ മുതലാണ് കാണാതായത്. ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ അഭയ് വൈകുന്നേരമായിട്ടും തിരിച്ചെത്താതിരുന്നതോടെ വീട്ടുകാർ ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അന്വേഷണത്തിൽ ചുവന്ന ട്രാവലിംഗ് ബാഗുമായി അഭയ് നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചടക്കം പോലീസ് അന്വേഷണം നടത്തി. മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയോടെ അഭയ് പാരിപ്പള്ളിയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. പാരിപ്പള്ളിയിൽ ബസ്സിറങ്ങി നടന്നു പോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. കൊല്ലം ഭാഗത്തേക്ക് പോയതായാണ് കരുതുന്നത്. അഭയുടെ കൂട്ടുകാരിൽ നിന്നുൾപ്പെടെ പോലീസ് വിവരങ്ങൾ തേടുന്നുണ്ട്. 24 കൊട്ടാരക്കര. സൗത്ത് ഇന്ത്യയിൽ 300-ലധികം ബ്രാഞ്ചുകളുള്ള ഇലക്ട്രോണിക് ശൃംഖലയായ സത്യ ഇനി തിരുവനന്തപുരം കിള്ളിപ്പാലത്തും. കേരളത്തിലെ 2ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദിത്യവർമ്മ തമ്പുരാൻ മുഖ്യാതിഥിയായി. സത്യ ഏജൻസി ചെയർമാൻ ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ ജാക്സൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വമ്പിച്ച ഓഫറുകളാണ് സത്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ടോട്ടലായിട്ട് നമുക്ക് 250 ഷോറൂം ഉണ്ട്. പിന്നെ ആന്ധ്രയിലെ 55 ഷോറൂം ഉണ്ട്. ഇനി കേരളത്തിൻ്റെ ഇത് 2ാമത്തെ ഷോറൂമാണ്. ആദ്യം നമ്മൾ പാറസാലയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. എല്ലാ കസ്റ്റമർക്കും, എല്ലാ കേരളത്തിൻ്റെ വാടിക്കലകൾക്കും ரொம்ப വെൽക്കം ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ദി സപ്പോർട്ട് എക്സ്റ്റെൻഡഡ് ഫോർ സത്യ ഏജൻസീസ്. ജിം സന്തോഷ് കൊലക്കേസ് പ്രതി അലുവ അതുൽ ജയിൽ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അഭിലാഷിനാണ് മർദ്ദനമേറ്റത്. സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും അലുവ അതിൽ തല്ലിത്തകർത്തു. ഇന്നുച്ചയ്ക്ക് സെല്ലിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ജയിൽ സൂപ്രണ്ടിനോട് അലുവ അതുൽ തട്ടിക്കയറുന്നത്. തുടർന്ന് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് മാറ്റിയ അലുവ അതുൽ കമ്പ്യൂട്ടറും മറ്റുപകരണങ്ങളും നശിപ്പിക്കുകയായിരുന്നു. പ്രതി അക്രമാസക്തനായതോടെ സെല്ലിലേക്ക് ഉദ്യോഗസ്ഥർ മാറ്റാൻ ശ്രമിച്ചു. ഇതോടെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ
അഭിലാഷിനെ ഇയാൾ മർദ്ദിച്ചു. കണ്ണിലിടിയേറ്റ ഉദ്യോഗസ്ഥനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രാഥമിക ചികിത്സ നൽകി. അതിക്രമങ്ങൾക്ക് അൽവ അതുലിനെതിരെ കൊല്ലം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കൊല്ലം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.